എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരുപാട് പേര്, അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സ്വീകാര്യതയ്ക്കും അതുപോലെ തന്നെ സപ്പോർട്ടിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് പേര് നല്ല കറക്ഷൻസ് പറയാറുണ്ട്, അതുപോലെ നിശിതമായിട്ട് വിമർശിച്ച ആളുകളുണ്ട്, അതുപോലെ തന്നെ പോരായ്മകൾ മാത്രം ചൂണ്ടിക്കാണിച്ച ആളുകളുണ്ട്, അതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഏരിയകൾ കാണിച്ചു തന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ചൂണ്ടിക്കാണിച്ച എല്ലാ ആളുകൾക്കുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മളൊന്നും പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്ത് തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തിലും പെർഫെക്റ്റ് ആവുക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും തുടർന്നും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്നുള്ളത് നമ്മുടെ ഗോൾ സെറ്റിങ്സിനെ കുറിച്ചിട്ടാണ്. അതല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യമുണ്ടാകുന്നത് എന്തിനാണ്, ലക്ഷ്യമുണ്ടായത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, എങ്ങനെ നമുക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. പലപ്പോഴും നമ്മൾ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് സ്മാർട്ട് എന്നുള്ളൊരു വേർഡ് എടുത്തുകൊണ്ട് നമ്മൾ ഗോള് സെറ്റ് ചെയ്യാറുണ്ട്. സ്മാർട്ടിലെ ഓരോ ലെറ്ററും നമുക്കൊന്ന് പരിശോധിക്കാം. എസ് എന്നുള്ളത് സ്പെസിഫിക് എന്നുള്ളതാണ്, എം എന്നുള്ളത് മെഷറബിൾ, എ എന്നുള്ളത് അച്ചീവബിൾ, ആർ എന്നുള്ളത് റെലവൻറ്റ്, ടി എന്നുള്ളത് ടൈം ബൗണ്ട്. ഈ ഒരു ലെറ്റർ വെച്ചിട്ട്, കാരണം സ്പെസിഫിക് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ഗോള്, നമുക്ക് കൃത്യവും സ്പഷ്ടവുമായിട്ടുള്ള നമുക്കൊരു ഗോള് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു വാഹനം വേണം എന്നുള്ളത് ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു ഗോളല്ല. ഏത് വാഹനം, ഏത് ബ്രാൻഡിൻ്റെ എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ളൊരു രൂപരേഖ നമുക്ക് വേണം. അതാണ് എസ് എന്നുള്ള സ്പെസിഫിക് എന്നുള്ളൊരു ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എം എന്നുള്ളത് മെഷറബിൾ, അതായത് അളക്കാൻ കഴിയുന്നതാവണം എന്നുള്ളതാണ്, മെഷർ ചെയ്യാൻ കഴിയുന്നതാവണം. അതായത് നമ്മുടെ ഒരു ഗോള് എന്നുള്ളത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കുന്നതാണ് എങ്കിൽ നമ്മുടെ എത്ര ശരീരഭാരം നിലവിലുണ്ട്, അതുപോലെ തന്നെ എത്ര ശരീരഭാരമാണ് നമ്മൾ കുറയ്ക്കാനായിട്ട് ഈ ഇത്ര മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് മെഷറബിൾ എന്ന് പറയുന്നത്. അതായത് അളക്കാൻ കഴിയുന്നതാവണം എന്നുള്ളതാണ് മെഷറബിൾ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എ എന്നുള്ളത് അച്ചീവബിൾ, അതായത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാവണം. ഒരു പക്ഷേ നമുക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം എന്നുള്ളതാണ് നമ്മുടെ ഗോളെങ്കിൽ നമുക്ക് സംഭവിക്കുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അച്ചീവബിൾ ആയിട്ടുള്ള, നമുക്കൊരു 50% നമുക്ക് വെല്ലുവിളി ഉയർത്തുന്നതാവാം, പക്ഷേ എന്നിരുന്നാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാകണം നമ്മുടെ ഗോൾ സെറ്റിംഗ് എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 10,000 അതല്ലെങ്കിൽ 20,000 പ്രോഫിറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്ത് ഒരു മാസം കൊണ്ട് നമുക്ക് 1 കോടിയിലേക്ക് എത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗോളെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും അച്ചീവ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാവണം നമ്മുടെ ഗോളിൽ വരേണ്ടത് എന്നുള്ളതാണ് എ എന്നുള്ള ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർ എന്നുള്ള ലെറ്റർ റെലവൻ്റ് ആയിട്ടുള്ളൊരു ഗോളാവണം. അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്കും നമ്മുടെ പുരോഗതിയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ പുരോഗതി, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാവണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആർ എന്നുള്ള റെലവൻ്റ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടി എന്നുള്ളത് ടൈം ബൗണ്ട്, അതായത് നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കേണ്ടതാവണം ഗോള് എന്നുള്ളതാണ്. നമുക്കൊരു 5 വർഷമാണ് നമ്മുടെ ഡെഡ് ലൈൻ ഇടുന്നതെങ്കിൽ ആ ഒരു 5 വർഷമാണ് അതിൻ്റെ സമയബന്ധിതമായിട്ടുള്ള തീയതി, അല്ലേ? എപ്പോഴും ഗോള് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസത്തിലേക്ക് എന്നുള്ളൊരു മാനദണ്ഡം സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ സമയം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. എപ്പോഴും ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ലക്ഷ്യങ്ങൾക്ക് എപ്പോഴും ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്, അല്ലേ? ആഗ്രഹങ്ങൾ പലപ്പോഴും നമുക്കൊരു വീട് വേണം, അതല്ലെങ്കിൽ ഒരു വാഹനം വേണം എന്നുള്ളതൊക്കെ നമ്മുടെ പലരുടെയും, ഏതൊരു സാധാരണക്കാരൻ്റെയും ഒക്കെ ആവശ്യമാണ്, അതല്ലെങ്കിൽ ആഗ്രഹമാണ്. പക്ഷേ ആ ഒരു ആഗ്രഹത്തെ ഗോളായിട്ട് പരിണമിക്കണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഡെഡ് ലൈന്, അതിനൊരു തീയതി, നമ്മൾ ഇന്ന ദിവസം നമ്മളത് വാങ്ങുമെന്നുള്ളൊരു ഡെഡ് ലൈൻ അതിനിട്ടാൽ അത് ഗോളായി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ വിജയിച്ച എല്ലാ വ്യക്തികൾക്കും ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ലക്ഷ്യമുള്ള എല്ലാവരും വിജയിച്ചോ എന്നുള്ളത് പലപ്പോഴും സംശയമാണ്. വിജയിച്ച എല്ലാവർക്കും ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിജയിക്കാനായിട്ട് ശ്രമിക്കുന്ന, അതല്ലെങ്കിൽ വിജയിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകളാണ് എങ്കിൽ നമ്മൾ എന്തായാലും നമ്മുടേതായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്മാർട്ട് എന്നുള്ളൊരു ഫോർമുലയിൽ പറഞ്ഞതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ സമയബന്ധിതമായിട്ട് അത് തീർക്കാനും ആ ഒരു ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡ്രീം, അതല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം, ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.
സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.